Good morning, my dear students. It's me, your Max teacher, Sibi Jalal. Welcome back to our Max class. Today, we are going to start a new topic, length and angle. Okay, we have learned the perimeter of the circle and area of the circle. What's that? Perimeter of the circle is 2 pi r, right? 2 into pi into r. And area of the circle is pi r square. Pi into r, right? Today we are going to learn the length and angle. ഓക്കെ, നമ്മൾ സർക്കിളിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇതാണ് സർക്കിൾ എങ്കിൽ ഇത്രയും പോർഷൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇത്രയും പോർഷൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ നമ്മൾ ആ ലെങ്ത്ത് ആർക്കാണെന്ന് പറയാം. ആ ലെങ്ത്തിന് നമ്മൾ എന്താ പറയുക? ആർക്ക്. നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറൊക്കെ വരയ്ക്കുമ്പം നമ്മൾ ആർക്ക് വരയ്ക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ വി നോ ദാറ്റ് ആർക്ക്. അപ്പോൾ ആർക്കിന് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രലിലോട്ട് 2 റേഡിയസ് വെച്ച് ജോയിൻ ചെയ്യും. ഓക്കെ, സോ വി ഗെറ്റ് ദിസ് പോർഷൻ. അപ്പോൾ ഇങ്ങനൊരു പോർഷൻ കിട്ടും, ശരിയല്ലേ? സി ഹിയർ. അപ്പോൾ ആ ഒരു ആർക്കിന് ഒരു ലെങ്ത് ഉണ്ട്. ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ, വാട്ട് ഈസ് എ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ? ഇത്രയും എത്രയാണ്? ദാറ്റ് ഈസ് 360. പഠിച്ചിട്ടുണ്ടല്ലോ, 360 ആണ് സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ടോട്ടലായിട്ട് ഒരു ഡോട്ടിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ 360. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടർ, ഈ ഒരു ഭാഗത്തിനെ ആർക്ക് എന്ന് പറയും. നമ്മളൊരു 2 റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ പോലെ കാണില്ലേ, അതിനെന്താ പറയുക അറിയോ? സെക്ടർ. ഇറ്റ് ഈസ് മീൻ സെക്ടർ. ഈ ഒരു പോർഷൻ എന്താ പറയുക? ദാറ്റ് ഈസ് സെക്ടർ. ഓക്കെ, അപ്പോൾ സെക്ടറിൽ ഒരു ആംഗിൾ കാണും, ദാറ്റ് ഈസ് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ടോട്ടൽ പെരിമീറ്റർ 2 pi r ആണ് അല്ലേ? 2 pi rൻ്റെ കൂടെ x/360 എക്സ് പോർഷൻ ആണല്ലോ ഉള്ളത്. സോ ആർക്ക് ലെങ്ത് എന്ന് പറയും നമ്മളതിന്. ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 2 pi r ഇൻറ്റു x/360. Arc length is equal to 2 pi r into x/360 where arc of central angle x degree and radius r. അപ്പോൾ ഈ ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. സോ ഞാനിവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്തു, AB. ഓക്കെ, ഇനി ബാക്കി ഭാഗമൊക്കെ ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ. അപ്പോൾ ആർക്ക് മാത്രമായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എയിൽ നിന്നും സെൻറ്ററിലോട്ടൊരു റേഡിയസ് വരച്ചു, ദെൻ ബിയിൽ നിന്നും സെൻറ്ററിലോട്ടൊരു റേഡിയസ് വരച്ചു. സോ വി ഗെറ്റ് എ ന്യൂ പോർഷൻ ഹിയർ. കണ്ടോ, ഇവിടെ ഒരു ഇത് കിട്ടിയിരിക്കണം. അതിൻ്റെ ആ ഒരു പോർഷനെ നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് സെക്ടർ. അപ്പോൾ സെക്ടറിൻ്റെ ലെങ്ത്, ആർക്ക് ലെങ്ത് കാണുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? x/x ഡിഗ്രി ആയിരിക്കണം. സെൻട്രൽ ആംഗിളിൽ നിന്നും ഈ ഒരു ആർക്ക് x ഡിഗ്രിയിലായിരിക്കണം. ദെൻ ടോട്ടൽ പെരിമീറ്ററിൻ്റെ 2 pi r ഇൻറ്റു x/360. 2 pi r ഇൻറ്റു x/360 is the arc length. Arc length കാണാനുള്ള ഇക്വേഷൻ ആണ് 2 pi r into x/360. Okay, let's do some problems in page number 148. The first problem, in a circle the length of an arc of central angle 40 degree is 3 pi centimeter. What is the perimeter of the circle? What is its radius? അപ്പോൾ ഇവിടെ ആർക്ക് ലെങ്ത് കാണാനോ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കാണാനോ അല്ല ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആർക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്, ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, പിന്നെ റേഡിയസ് ഓഫ് ദി സർക്കിളും. ലെറ്റ്സ് സീ. അപ്പോൾ ആർക്ക് ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദാറ്റ് ഈസ് 3 pi ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 pi r ഇൻറ്റു x/360. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 pi ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ആർക്ക് ലെങ്ത് 3 pi ആണെന്ന് തന്നിട്ടുണ്ട്. സോ 3 pi ഈസ് ഈക്വൽ ടു 2 pi r ഇൻറ്റു 40/360. അപ്പോൾ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തു. 0 ക്യാൻസൽ ചെയ്ത് പോയി. 4ൽ 1 ടൈം, 36ൽ 9 ടൈം. ഓക്കെ, അപ്പോൾ ദെൻ വി ഗെറ്റ്, ഇനി ഇവിടുത്തെ പൈയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 2r ഇസ് ഈക്വൽ ടു, ഈ 9 എന്ത് ചെയ്തു? by 9 ആണ്. അപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്തായി?
ഇൻറ്റു ആയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് ആകെ 2ഉം 6ഉം ആണ്. ദെയർഫോർ 2r is equal to 9 ഡിവൈഡഡ് ആണ് ഇവിടെ. അപ്പോൾ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. സോ 9 into 3. 2r is equal to 9 into 3. Therefore 2r is equal to 27. Therefore r is equal to 27. ഇവിടെ 2r കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കണം. അപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 27/2. അപ്പോൾ r എന്ത് കിട്ടി നമുക്ക്? 27/2. Then we know that the equation of the perimeter is 2 pi r. 2 pi r ആണെന്ന് നമുക്കറിയാം. 2r is equal to 27. Then 2 pi r is equal to 27 pi. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ എന്താണ്? 27 pi. റേഡിയസ് ഓഫ് ദ സർക്കിൾ ദാറ്റ് ഇസ് 27/2. ഓക്കെ. And second question, in a circle the length of an arc of central angle 25 degree is 4 centimeter. അപ്പോൾ ഒരു ആർക്ക് ലെങ്ത്ത് 4 centimeter ആണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ 25 degree ആണ്. സോ ഇൻ ദ സെയിം സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സെൻട്രൽ ആംഗിൾ 75 degree. അപ്പോൾ അതേ സർക്കിളിൽ തന്നെ വേറൊരു ആർക്ക് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 75 degree ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആർക്ക് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 degree ഈസ് 4 centimeter ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 75 എന്ന് പറയണത് 25യുടെ 3 times അല്ലേ? ദാറ്റ് മീൻസ് 25 into 3 അല്ലേ നമുക്ക് 75 കിട്ടുക? യെസ്, ദാറ്റ് ഈസ് 75 ഈസ് ദി 3 times of 25. അപ്പോൾ 25 ഡിഗ്രിയുടെ ആർക്ക് ലെങ്ത്തിൻ്റെ കൂടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 75 ഡിഗ്രിയുടെ ആർക്ക് ലെങ്ത്ത് കിട്ടും. സോ 25 ഡിഗ്രിയുടെ ആർക്ക് ലെങ്ത്ത് 4 centimeter ആണ്. അപ്പോൾ 75 ഡിഗ്രിയുടെ ആർക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 into 3 ദാറ്റ് ഈസ് 12 centimeter. Length of an arc of central angle 75 degree is 4 into 3 12 centimeter. അതിൽ തന്നെയുള്ള സബ് ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 times of the radius of the circle, what is the length of the arc of central angle 75 degree? ആ സർക്കിൾ അതേ ഒരു ആർക്ക് ലെങ്ത്തും സെൻട്രൽ ആംഗിളും വെച്ചിട്ട് റേഡിയസ് ചേഞ്ച് ചെയ്യണം. എങ്ങനെ? 1.5 ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്? അപ്പോൾ ആർക്ക് ലെങ്ത്ത് എന്താവുമെന്നാണ് ചോദിക്കണം. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് റേഡിയസ് 1.5 റേഡിയസ് ആൻഡ് സെൻട്രൽ ആംഗിൾ 75 degree. ദാറ്റ് ഈസ് 75 ഡിഗ്രിയുടെ 75 ഡിഗ്രി സെൻട്രൽ ആംഗിളായിട്ടുള്ള ആർക്ക് ലെങ്ത് എത്രയാണ്? 12 centimeter ആണ്. ഇനി അതിൻ്റെ കൂടെ റേഡിയസ് എങ്ങനെയായി മാറുകയാണ്? 1.5 ആയി മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 12 into 1.5 ദാറ്റ് ഈസ് 18. ഓക്കെ, 12ൻ്റെ കൂടെ 12ൻ്റെ 1.5 times അതായത് 18. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഫ്രം എ ബാംഗിൾ ഓഫ് റേഡിയസ് 3 centimeter എ പീസ് ഈസ് കട്ട് ടു ബി ഔട്ട് ടു മേക്ക് എ റിംഗ് ഓഫ് റേഡിയസ് 1/2 centimeter. അപ്പോൾ ഒരു ബാംഗിൾ, അതായത് ഒരു വളയുടെ റേഡിയസ് 3 centimeter ആണ്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തു, അതായത് ആർക്ക് ലെങ്ത് ആണ് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. ഒരു പീസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു റിങ് ഉണ്ടാക്കാനാണ്. റിങ്ങിൻ്റെ റേഡിയസ് എത്രയാണ്? 1/2 centimeter. വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഔട്ട്? അപ്പോൾ മുറിച്ചെടുത്ത ആ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. മുറിച്ചെടുത്ത ആ ഒരു പീസിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ വലിയ സർക്കിളുടെ റേഡിയസ് എന്ന് പറയണത് 3 centimeter ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിങ്ങിൻ്റെ റേഡിയസ്, ബാംഗിളുടെ റേഡിയസ് 3ഉം റിങ്ങിൻ്റെ റേഡിയസ് 1/2 ആണ്. ശരിയല്ലേ? സോ 3ൻ്റെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 1/2 കിട്ടുക? 1/6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1/2 കിട്ടും. അല്ലെങ്കിൽ 1/2 ഈസ് ദി the remaining part of the bangle was bent to make a smaller bangle. What is its radius? അപ്പോൾ ബാക്കി ഭാഗം എടുത്തു. അപ്പോൾ ഒരു സർക്കിളിൻ്റെ 1/6 പാർട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ ബാക്കി ഭാഗം എത്രയാണ്? ദാറ്റ് ഈസ് 5/6 ഇല്ലേ. റിമൈനിങ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇത്രയും ഭാഗം എടുത്തിട്ട് വീണ്ടും ഒരു പുതിയ ബാംഗിൾ ഉണ്ടാക്കി. ആ ബാംഗിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിമൈനിങ് പാർട്ട് എത്ര വരും? 5/6 വരും അല്ലേ. അപ്പോൾ
5/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300/360 ആണ്. ഐ മീൻ ഫസ്റ്റത്തെ റിങ് എടുക്കാൻ ഉപയോഗിച്ചതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 300. 360 മൈനസ് 60. 360 മൈനസ് 60 ആണ് അല്ലേ? വലിയൊരു ബാംഗിൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് റിങ് ഉണ്ടാക്കി, ബാക്കി പോർഷൻ എടുത്തിട്ട് പുതിയ ബാംഗിൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ റിങ് ഉണ്ടാക്കിയ പോർഷൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 360 മൈനസ് 60 ദാറ്റ് ഇസ് 300. അപ്പോൾ 300 എന്ന് പറയണത് റിങ് ഉണ്ടാക്കാൻ എടുത്ത ഭാഗം എത്രയാണ്? 1/6 ആണ്. അപ്പോൾ ബാംഗിൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ഭാഗം എത്രയാണ്? 5/6 ആയിരിക്കും അല്ലേ? ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 5/6 ആയിരിക്കും. സോ 300/360 ഈസ് ഈക്വൽ ടു 5/6. അപ്പോൾ 5/6 ഓഫ് 3, ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3ൻ്റെ 5/6 ഭാഗം എത്രയാണ്? ദാറ്റ് ഈസ് 3ൽ 3 1 ടൈംസ്, 2ൽ 2 ടൈംസ്, 6ൽ 2 ടൈം. സോ 5/2. 5/2 മീൻസ് 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്രയാണ് കുഞ്ഞു ബാംഗിളുടെ? 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ. So we have learned the arc length and central angle. Now we are moving to the topic angle and area. ഇനി നമ്മൾ ആർക്ക് ലെങ്ത്ത് മാത്രമല്ല, ഈ ഒരു സെക്ടർ, ഈ ഒരു പോർഷൻ മുഴുവൻ കൺസിഡർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണുന്നു നമ്മൾ പഠിക്കണം. ഓക്കെ, ലെറ്റ്സ് we are going to study about the how to find the area of a sector. ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനെ എന്താണ് പറയുക? സെക്ടർ എന്നാണെന്ന് പറയാം. ഓക്കെ, ഈ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. സോ വി ഓൾറെഡി നോ ദാറ്റ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് πr², അല്ലേ? ഏരിയ ഓഫ് ദ സർക്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? πr². സോ ഏരിയ ഓഫ് ദ സെക്ടർ എന്തായിരിക്കും? വിത്ത് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ഉള്ള സെക്ടറിൻ്റെ എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് πr² ഇൻറ്റു x/360. നമ്മൾ ആർക്ക് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഇൻറ്റു x/360 അല്ലേ? ആർക്ക് ലെങ്ത്ത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ 2πr ഇൻറ്റു x/360. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ എന്താ വരിക? ഏരിയ ഓഫ് സർക്കിൾ ഇൻറ്റു πr² ഇൻറ്റു x/360. കണ്ടോ? ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ള ഇക്വേഷനാണ്. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് ദ സെൻട്രൽ ആംഗിൾ x ഡിഗ്രി ഈസ് ഈക്വൽ ടു πr² ഇൻറ്റു x/360. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണാനുള്ള വഴിയാണ് ഈ പറയണത്. ഓക്കെ, ലെറ്റ് us do some problems related to that topic. First problem in page number 151. What is the area of the central angle of 120 degree in the circle of radius 3 centimeters? What is the area of the sector of same central angle in the circle of radius 6 centimeter? എളുപ്പമല്ലേ? ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി, അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞത് 3 ആണ് അല്ലേ? ഫസ്റ്റ് r is equal to 3 and x is equal to 120. ശരിയല്ലേ? സോ നമ്മൾ ഇക്വേഷൻ എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. πr² ഇൻറ്റു x/360. ഏരിയ ഓഫ് ദ സെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? πr² ഇൻറ്റു x/360. സോ ആറിൻ്റെ അവിടെ 3 ഇൻറ്റു 3. r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു 6 ആണ്. സോ 6 3 ആണ്. സോ 3 ഇൻറ്റു 3. എക്സിൻ്റെ അവിടെ 120. സോ ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 3ൽ 1 ടൈം, 36ൽ 12 ടൈംസ്, 12ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് ഉള്ളത് 3യും പൈയും. സോ 3π cm² ആണ് ഫസ്റ്റ് സെക്ടറിൻ്റെ ഏരിയ. ഇനി അടുത്തത് എന്താ കണ്ടീഷൻ? r is equal to 6 ആണ്, സെൻട്രൽ ആംഗിൾ 120 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ദ സെക്ടറിൻ്റെ ഇക്വേഷൻ πr² ഇൻറ്റു x/360. പൈ ഇൻറ്റു r 6 ഇൻറ്റു 6 ഇൻറ്റു 120/360. r 6 ആണ്, x 120 ആണ്. സോ 6ൽ 6 1 ടൈം, 36ൽ അതിന് മുന്നേ
സീറോയും സീറോയും ക്യാൻസൽ ചെയ്യും. 6ൽ 6 1 ടൈംസ്, 36ൽ 6 ടൈംസ്. വീണ്ടും ഈ 6ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ളത് 12ഉം പൈയുമാണ്. അപ്പോൾ 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് സെക്ടർ. ഓക്കെ. സെക്കൻഡ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ കളേർഡ് പാർട്ട് ഓഫ് ദിസ് പിക്ചർ. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം വലിയ സർക്കിളിൻ്റെ റേഡിയസ് എടുക്കുക, ദാറ്റ് ഇസ് 3 സെൻറ്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ 120 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഈ വലിയ സെക്ടറിൻ്റെ മൊത്തം ഏരിയ കാണുക. അതിന് ശേഷം ചെറിയ സർക്കിളിൻ്റെ ഏരിയ കാണുക, 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ചെറിയ സർക്കിളിൻ്റെ ഏരിയ കാണുക. എന്നിട്ട് വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്താൽ ഈ പോർഷൻ കിട്ടില്ലേ, ഗ്രീൻ പോർഷൻ. യെസ്, ലെറ്റ്സ് ഡു. അപ്പോൾ ആദ്യം നമ്മൾ R 3 ആയിട്ട് എടുത്തു. R is equal to 3 and X is equal to 120 centimeter, 120 degree. Area of the sector is pi r square into X by 360. That is pi r into pi into 3 into 3, 120 by 360. നേരത്തെ ചെയ്ത പ്രോബ്ലം ആണ്. സോ 0 0 ക്യാൻസൽ ചെയ്തു. 3ൽ 3 1 ടൈം, 36ൽ 12 ടൈംസ്. 12ഉം 12ഉം ക്യാൻസൽ ചെയ്തു. സോ 3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി പൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.14 ആണ്. സോ ഞാനവിടെ വാല്യൂ ഇട്ടു 3 ഇൻറ്റു 3.14. ദർഫോർ 3.42 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആ വലിയ സെക്ടറിൻ്റെ ഏരിയ. ഓക്കെ. ഇനി ചെറിയ സെക്ടറിൻ്റെ ഏരിയ കാണാം. വിത്ത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. സോ pi r square into X by 360, pi into 2 into 2, 120 by 360. 0 0 ക്യാൻസൽ ചെയ്തു. 2ൽ 2 1 ടൈം, 36ൽ 18 ടൈംസ്. വീണ്ടും 2ൽ 2 1 ടൈംസ്, 36ൽ 9 ടൈംസ്. ബാക്കി 12ഉം 9ഉം ആണ് ബാലൻസ്. 12ഉം 9ലും ഉള്ള കോമൺ ഫാക്ടർ 3 ആണ്. സോ 9ൽ 3 ടൈംസ്, 12ൽ 4 ടൈംസ്. അപ്പോൾ ബാലൻസ് വരുന്നത് 4/3 പൈ എന്നാണ് വരിക. പൈക്ക് ഞാൻ വാല്യൂ ഇട്ട് കൊടുത്തു, 3.14 എന്നിട്ട് കൊടുത്തു. ടോട്ടൽ ആൻസർ 4.19 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ചെറിയ സെക്ടറിൻ്റെ ഏരിയ, അതായത് ഇത്രയും പോർഷൻ. അപ്പോൾ വലുതിൽ നിന്നും ചെറിയ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യുക? വലിയ സെക്ടറിൽ നിന്നും ചെറിയ സെക്ടർ മൈനസ് ചെയ്യുക. 9.42 മൈനസ് 4.19. That means 5.23 is the area of the shaded portion. Okay. ബാക്കി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. See you in the next class. Till then, bye.